ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാഹു കേതുക്കളുടെ, അതായത് ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ ഫലമാണ്. ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കാതിരിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാന മാറ്റങ്ങളായ ശനിയുടെയും വ്യാഴത്തിന്റെയും വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പ്രൊഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ജൂൺ മാസഫലം, മെയ് മാസഫലം, ജൂലൈ മാസഫലം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, സോ അതിനുള്ള ടൈം നമുക്ക് ഇച്ചിരി ടൈമിന്റെ കുറവുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ മെയ് മാസഫലവും ജൂൺ മാസഫലവും ജൂലൈ മാസഫലം നോക്കട്ടെ, സമയം കിട്ടി നമ്മൾ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ 3 മാസഫലവും ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും കേട്ടോ. ഇന്ന് എന്ന ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ വീഡിയോ ഉണ്ടാവും. ഓക്കെ, മറ്റനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് അത്രയും ടൈം എടുത്ത്, നമുക്കറിയാം ഞാനൊരു മന്ത്ലി പ്രൊഡിക്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ്. കാരണം അതിലെ ഓരോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന അതിൻ്റെ എല്ലാം വിശദമായി തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്രയും ടൈം വേണ്ടാത്തതും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഓക്കെ, ആ വീഡിയോസ് ആയിരിക്കും ഈ ഒരു മാസങ്ങളിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ കേട്ടോ. രാഹു കേതു രാശിമാറ്റം ഇത്ര വൈകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ബട്ട് നമുക്ക് അതിന് ഇടാനുള്ള ടൈം, നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയത് കേട്ടോ. അല്ല, ഈ വാരത്തിന്റെ കൂടെ തന്നെ വരുന്നതായിരുന്നു രാഹു കേതു രാശിമാറ്റത്തിന്റെ ഫലം കൂടി അതിന്റെ അടുത്ത് നെക്സ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിത് ഒന്ന് ഡിലേ ആയിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കാരണം ഈ ഒരു 3 മന്ത് കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിപ്പറേഷൻ, പുതിയതായിട്ടൊരു കാര്യം പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു കേട്ടോ. വീഡിയോ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രാഹു അതുപോലെ തന്നെ കേതു എന്നൊക്കെ പറയുമ്പോൾ, രാഹു എന്നാണ് രാശി മാറുക, രാഹു കേതുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ആന്റി ക്ലോക്ക്വൈസ് ആണ് കറങ്ങുക. ഇത്ര നാല് മീനത്തിലും കന്നിയിലായിരുന്നു, ഇനി അത് കുംഭത്തിലും ചിങ്ങത്തിലായിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുക. 2025 മെയ് 18 രാഹു കേതുക്കൾ രാശി മാറുക എന്ന് പറയുന്നത്. 2026 ഡിസംബർ 5 വരെയാണ് ഇതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഏകദേശം 1.5 വർഷക്കാലമാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, രാഹു എന്ന് പറയുന്നത് നമ്മുടെ മുൻജന്മത്തെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ കർമ്മത്തിന്റെ കണ്ടിന്യൂറ്റി, നമ്മുടെ കഴിവ്, അതുപോലെ തന്നെ യോഗകാരക അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ ചരിത്രം, ഹിസ്റ്ററിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് രാഹു എന്ന് പറയുന്നത്. കേതു എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ജ്ഞാനകാരകാണ് അല്ലെ, ജ്ഞാനകാരകാണ്. അതുപോലെ ഒരു വിഷയത്തിന്റെ അവസാനത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആരാണ് ഞാൻ, ഹു ആം ഐ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് കേതു എന്ന് പറയുന്നത്. പക്ഷെ വളരെ വിശദമായി തന്നെ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യത, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി കരുതലോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഓരോ രാശിക്കാരും അറിയേണ്ട വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ തുടർന്ന് കാണും. മീനരാശി അല്ലെ, പുരുട്ടാതി കാല ഉത്രട്ടാതി രേവതിയുടെ 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയാം അല്ലെ. അപ്പൊ മീനരാശിക്കാരെ സംബന്ധിച്ചോളം ഈ രാഹു കേതു രാശിമാറ്റം എന്ന് പറയുമ്പോൾ എന്ത് ഫലമാണ്, ജന്മത്തിലായിരുന്നു രാഹു എന്ന് അല്ലെ. അപ്പം നമുക്ക് തലയ്ക്ക് മുകളിൽ നിന്ന് രാഹു മാറിയിട്ട് അവിടെ ആരുണ്ട്, ഇപ്പൊ ശനിയുണ്ടല്ലേ. രാഹു മാറി, പക്ഷെ നമുക്ക് തലയ്ക്ക് മുകളിൽ ആരുണ്ട്, ശനിയുണ്ട്. സോ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് പതുക്കെ പോകാൻ പറ്റുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത്. വലിയ വേഗതയോടെ നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, പതുക്കെ ഓരോ കാര്യങ്ങളാണ്. 12 രാഹു എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന വരിയിൽ ചില രീതിയിൽ വെളിച്ചമൊക്കെ കാണിച്ചു തരുന്ന ടൈമാണ്. കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ശുഭമായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ചെറിയ രീതിയിലായെങ്കിൽ പോലും നമുക്ക് ഓരോ നമുക്ക് ചെറിയ ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം തന്നെയാണ്. നമ്മുടെ ബുദ്ധിയൊക്കെ ഒന്ന് പയ്യെ തെളിഞ്ഞു കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയാം. നമ്മുടെ മുന്നിലുണ്ടാകുന്ന ആ മൂടൽമഞ്ഞ് മാറുന്ന ഒരു ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ശനി നമുക്ക് വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ശനിയുടെ വീഡിയോ കാണാത്തവരൊന്നും എടുത്ത് കണ്ടോളൂ കേട്ടോ. ആളിലെ കേതു നമുക്ക് അനാവശ്യ ചിന്തകളൊക്കെ കൊണ്ടുവരും. പക്ഷെ ഒരു പരിധിവരെ നമ്മുടെ അനാവശ്യ ചിന്തകൾ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു തരത്തിൽ പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലൊന്നും കാണുന്നില്ല, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. നമുക്കൊരു റിലാക്സ് ആക്കി ഇരിക്കാവുന്ന ടൈം തന്നെയാണ് രാഹു കേതു രാശി മാറ്റത്താൽ ഉണ്ടാവുക. നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി പോസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഫുള്ളി പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും നമുക്കൊരു
പോസിറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റിലൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ പയ്യെ വന്ന് നമുക്കൊന്ന് ഒന്ന് ഉഷാറായിട്ട് നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാഹു കേതു രാശിമാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു രാശിമാറ്റത്തിന്റെ കാര്യം അറിയുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട്, നമുക്ക് പറയാം. അതിന് മുമ്പ് ഈ രാശിമാറ്റത്തിന്റെ ഫലം കേൾക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ജാതകത്തിൽ രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട്, നമ്മുടെ ജാതകവശാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മാറ്റം നമുക്ക് അനുഭവത്തിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെയധികം ഗുണകരം ചെയ്യും. കാരണം നമ്മുടെ ഈ ഒരു പ്രിഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പൊതുഫലമാണ് അല്ലെ. ഇത് ഓരോരുത്തർക്കും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തെ വെച്ച് നമ്മുടെ സറൗണ്ടിങ് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചിലവർക്ക് നല്ല ഫലങ്ങൾ പറഞ്ഞവർക്ക് അത് അനുഭവത്തിൽ വന്നെന്ന് വരില്ല. കാരണം നമ്മുടെ ജാതകത്തിൽ നമുക്ക് അത്ര അനുകൂലമായ ദശ ആയിരിക്കില്ല ഇറക്കണേ. രാഹുകേതുക്കളുടെ ഇൻഫ്ലുവൻസ് അത്ര ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് വരിക. സോ അത് നമുക്ക് ഒത്തിരി ഫാക്ടേഴ്സ് നോക്കി മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊരു കോമൺ പെഡിഷൻ ആണ്. നോർമലി ഉള്ളവർക്കൊക്കെ കോമൺ പെഡിഷൻ തന്നെ മതി. അതല്ല നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുവാണ്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അങ്ങനെയൊക്കെ ഉള്ളവരല്ല ജീവിതത്തിൽ എപ്പോഴും ഒരു മടുപ്പാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണമാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ നോക്കിയാൽ മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. സോ നമുക്ക് എന്താണ് വിശ്വാസമുള്ള ദൈവജ്ഞനെ കണ്ടാൽ നമുക്ക് ഈ ഒരു മാറ്റം എങ്ങനെയുണ്ട് എന്ന് കൺസൾട്ട് ചെയ്യുന്ന വളരെയധികം ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കൺസൾട്ടേഷൻ ഞാൻ പറഞ്ഞു നമ്മളുടെ കൺസൾട്ടേഷൻ നമ്മൾ കോഴ്സ് ചെയ്തേക്കുവാണ്. സോ നിങ്ങൾക്ക് നിർബന്ധമാണ് പെട്ടെന്ന് നമ്മുടെ തന്നെ കൺസൾട്ടേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഗുരുനാഥയാണ് അല്ലെ. അപ്പം അമ്മേനെ തന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പവേഴ്സ് ക്ലബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പവേഴ്സ് ക്ലബ് പല വെബിനാർസ് നമ്മൾ ഈ ഒരു മെയ് മാസത്തിൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മില്ലിയനേഴ്സ് സക്സസ് മന്ത്രിയുടെ പെയ്ഡ് വെബിനാർ ആയിരിക്കും ഉണ്ടാവെന്ന് പറയുന്നത്. ഓക്കെ, 499 രൂപയാണ് നമ്മുടെ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രിയുടെ പെയ്ഡ് വെബിനാർ. എന്നാൽ നമ്മുടെ പവേഴ്സ് ക്ലബ് അംഗങ്ങൾക്ക് 299 രൂപയാണ് വരിക കേട്ടോ. 299 രൂപയ്ക്ക് നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു ഓഫർ കിട്ടണമെങ്കിൽ നിങ്ങൾ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത ശേഷം പവേഴ്സ് ക്ലബ്ബിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 299 രൂപയാണ് ആവണേ. അതല്ല ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 499 രൂപ കേട്ടോ. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വെബിനാർസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ വെബിനാർസ് ഉണ്ടാവില്ല. പിന്നെ സക്സസ് മന്ത്ര തന്നെയായിരിക്കും പോവുക. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷൻ്റെ ഓഫേഴ്സ് ഒക്കെ വരികയും പവേഴ്സ് ക്ലബിലായിരിക്കും കേട്ടോ. അത് എന്തായാലും ഇനി ഒരു സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും കൺസൾട്ടേഷൻ റിലേറ്റഡ് ഓഫേഴ്സ് ഉണ്ടാവുക. സോ എന്ത് ചെയ്യാം, നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനാണ്. ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. സോ ഇഷ്ടത്താൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം അല്ലേ. നമ്മൾ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യണം. ആത്മശാസ്ത്ര പഠന പദ്ധതി എന്നാണ് ഇതിന്റെ പേര്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പലതരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തവരുണ്ടാവാം അല്ലെ, തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ടാവാം, പല കാര്യത്തിലുള്ള ഡിഗ്രീസ് ഒക്കെ പഠിച്ചു. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് 2025 26 നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോപ്പുള്ള ജോബ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AI നല്ല സ്കോപ്പുള്ളതാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല സ്കോപ്പുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം. ഓക്കെ, അതുപോലെ നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വയമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കില്ല് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെ വേണ്ട, നല്ലൊരു സ്കില്ല് വേണം, നല്ലൊരു സ്കില്ല് സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആത്മശാസ്ത്ര പഠന പദ്ധതി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആത്മീയ തരത്തിലുള്ള കുറച്ച് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാകുക. നമ്മുടെ ക്ലാസ് നയിക്കുക എന്ന് പറയുന്നത് സ്നേഹാശ്രയസ് ആയിരിക്കും കേട്ടോ. എന്തുകൊണ്ട് സ്നേഹാശ്രയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് അല്ലെ. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ബിഗ് ഫാക്ടറാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ലായിരിക്കും സ്നേഹാശ്രയം അല്ലെങ്കിൽ എൻ്റെ അമ്മ മാതാജി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയാം. ഓക്കെ, കാരണം 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ഫീൽഡിലുള്ള ആളാണ്. സോ അതിൻ്റെതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നതാണ്. ഓരോ ബാച്ചുകൾ പുറത്തിറങ്ങുമ്പോഴും അവർ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് പുറത്തിറങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല.
ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ക്ലാസ് പഠിച്ച ശേഷം മാതാജി സ്നേഹാശ്രീസ് പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളെ ആശ്രയിച്ചു വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളും കണ്ടെത്താനും സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ഒരു തിയറിറ്റിക്കൽ ക്ലാസ് മാത്രമായിരിക്കില്ല, പക്ക പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവും. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ക്ലാസ് പോകുന്നത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും കേട്ടോ. ഗൂഗിൾ മീറ്റിലൂടെ ആയിക്കൊണ്ട് 3 month ഡ്യൂറേഷൻ ആക്കി ആഫ്റ്റർ ഈ ഒരു 3 മാസം കഴിയുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ആത്മശാസ്ത്ര പഠന പദ്ധതി എന്ന് പറയുന്ന അതിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലൊരു വിദ്യ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഒന്നിലേറെ വിദ്യകളുണ്ട്. ഓക്കെ, അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആത്മശാസ്ത്ര പഠന പദ്ധതി എന്ന് പറഞ്ഞൊരു പഠനത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന ഈ മെയ് മാസം 10 തീയതിക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫർ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ക്ലാസ് തുടങ്ങുക മെയ് 25 തീയതി ആയിരിക്കും. മെയ് 10 തീയതിക്ക് മുമ്പ് ഫീസ് അടിക്കുന്നവർക്ക് അത് ഫീസിൽ ഒരു ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. വേറെ ഒത്തിരി ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ട, വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ഭാവി മുമ്പിലോട്ട് പോകും, നിങ്ങൾക്ക് നല്ല ഫലങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ.